പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദു ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഗോവിന്ദൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് ഇരിക്കുന്നതിന്? അപ്പോൾ ഒന്നുമില്ല അച്ഛാന്ന് പറയും. അപ്പോൾ മോളുടെ മാറ്റത്തിനെ കുറിച്ചൊക്കെ അമ്മ പറയുന്നുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ അമ്മയ്ക്കൊക്കെ അങ്ങനെ വെറുതെ തോന്നുന്നതാണ്, അച്ഛനും കൂടെ എന്നെ സംശയിക്കല്ലേ എന്നൊക്കെ പറയാണ്. അപ്പോൾ അങ്ങനെ പെൺമക്കളുടെ മാറ്റം ആദ്യം അമ്മമാരാണ് തിരിച്ചറിയുന്നത്, അമ്മ പറയുന്നതിലും കാര്യമുണ്ട് എന്നങ്ങനെ ഗോവിന്ദനും പറയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നന്ദു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അച്ഛൻ എന്നെ സംശയിക്കില്ലേ എന്നൊക്കെ പറയുകയാണ്. ഈ മകളെ കൊണ്ട് ഇങ്ങനെ അച്ഛനും അമ്മയ്ക്കും ഒരു ദോഷം ഉണ്ടാവാനൊന്നും പോണില്ല, ആ കാര്യം ഞാൻ ഉറപ്പ് തരാമെന്ന് പറയാണ്. അപ്പം എന്തായാലും ഇന്ന് വന്ന് ഭക്ഷണം കഴിക്ക്, മോൾ വന്നാലേ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദൻ അകത്തേക്ക് പോകും. പിന്നീട് നന്ദു ആണെങ്കിലും ഇങ്ങനെ അവരൊക്കെ പറയുന്നതിൽ ഒരു കാര്യം ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ മനസാക്ഷിനോട് സംസാരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദു ആണെങ്കിലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതായിട്ടാണല്ലോ കാണിക്കുന്നത്. മനസാക്ഷി നന്ദും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ മനസാക്ഷിയാണെങ്കിലും നന്ദുവിനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നന്ദുവിന് ഇഷ്ടമാവുന്നില്ല, അങ്ങനെ ചൂടാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ട് ഗോവിന്ദനും കനകയും കൂടെ അവിടേക്ക് വരാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ നമുക്ക് നാളെ തന്നെ സ്ഥലം വരെ പോകാമെന്ന് പറയുന്ന സമയത്ത് നന്ദു ചോദിക്കുന്നുണ്ട് എവിടേക്കാണ്. അപ്പോൾ നല്ലൊരു ഡോക്ടറെ കാണിക്കാനെന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നതും ഒക്കെ ഇങ്ങനെ ഞങ്ങൾ സ്വപ്നം കണ്ടാണോ എന്നൊക്കെ ഗോവിന്ദനും കനകയൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സംസാരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കേട്ടോ നന്ദു പറയുന്നത്. അപ്പോൾ എന്തായാലും പിന്നീട് നീ വന്ന് ഭക്ഷണം കഴിക്കുക, എന്നിട്ട് നിന്റെ റൂമിൽ പോയിട്ട് സംസാരിക്കുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോന്ന് പറഞ്ഞിട്ട് ഗോവിന്ദനും കനകയും കൂടെ അവിടെ നിന്ന് കയറി പോകുന്നുണ്ട്. പിന്നീട് ആദർശാണെങ്കിൽ നയനേനെ നോക്കി നടക്കുകയാണ്. അപ്പോൾ അത് ജാനകി കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന ഇങ്ങനെ മുത്തശ്ശനോട് അത് പറയാന്നുള്ളൊരു പേടിയിലാണ്. അപ്പോൾ ഇങ്ങനെ ജാനകി കാണുന്ന സമയത്ത് ഇങ്ങനെ എനിക്ക് കോഫി വേണമായിരുന്നു, ചെറിയൊരു തലവേദന, ഇങ്ങനെ കുറച്ച് വർക്ക് ബാലൻസ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ ഇട്ട് തരാം കോഫി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് വേണ്ടാന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും നയനേൻ്റെ പിറകെ ചുറ്റിത്തിരിയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ജാനകി ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ നല്ല സ്നേഹത്തിലാണല്ലോ എന്നങ്ങനെ പറയുന്ന സമയത്ത് ഇങ്ങനെ മോളുടെ അടുത്തുനിന്ന് മാറാൻ തോന്നുന്നില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആദർശാണെങ്കിലും ഇപ്പം മോള് പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ നീ മോള് പോയ പിറകെ തന്നെ വിളിച്ചുകൊണ്ട് വരും എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊക്കെ വെറുതെയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഇങ്ങനെ ആദർശിനോട് ജാനകി ചോദിക്കുന്നുണ്ടായിരുന്നു, എന്നിട്ട് മോള് പണിക്ക് പോയി വീട് എത്തിയില്ലല്ലോ, അപ്പോഴേക്കും വിളിച്ചുകൊണ്ട് വന്നില്ലേന്ന്. അപ്പോൾ അതിനൊക്കെ ഒരു കാരണം ഉണ്ടെന്ന് പറയും. അതിൻ്റെ കാരണം തന്നെയാണ് മോളോടുള്ള നിൻ്റെ സ്നേഹം. പിന്നെ ഏട്ടത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നീ മോളോട് ഓരോന്ന് പറയുകയൊക്കെ ചെയ്യുന്നത്, ഇങ്ങനെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട്, അതാണ് അതിൻ്റെ സത്യം എന്നൊക്കെ പറയാണ്. പിന്നീട് ജാനകി ചോദിക്കുന്നുണ്ട് ഇപ്പോൾ കോഫി വേണമെന്നോ. അപ്പോൾ വേണ്ടാന്ന് പറയും. അപ്പോൾ എന്താ തലവേദന പോയോ എന്ന് ചോദിക്കട്ടോ. അല്ല, ഞാൻ നയനേനെ തിരക്കി ഇറങ്ങിയതാണെന്നിങ്ങനെ അറിയാതെ അങ്ങ് പറഞ്ഞു പോകട്ടോ. അപ്പോൾ എന്തായാലും മുത്തശ്ശൻ്റെ റൂമിലേക്ക് പോകുന്നത് കണ്ടു എന്ന് പറയുമ്പോൾ ആദർശിന് ആകെ ഒരു പേടിയാണ് കേട്ടോ. എന്നിട്ട് ആദർശാണെങ്കിലും മുത്തശ്ശൻ്റെ റൂമിലേക്കൊന്ന് ചോദിക്കും. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ടായിരുന്നു, മുത്തശ്ശൻ്റെ റൂമിലേക്ക് എന്താ അവൾക്ക് പോയിക്കൂടെ എന്ന്. പിന്നീട് ആദർശ നേരെ മുത്തശ്ശൻ്റെ റൂമിലേക്ക് വരികയാണ്. അപ്പോൾ നയനിയാണെങ്കിലും മുത്തശ്ശന് ടാബ്ലറ്റ്സ് ഒക്കെ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ മുത്തശ്ശനോട് വന്നിട്ട് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആദർശാണെങ്കിലും നയനെല്ലാം തുറന്നു പറഞ്ഞു എന്നുള്ളതിലാണ് മുത്തശ്ശനോട് പറയുന്നത്. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, മുത്തശ്ശൻ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ തെറ്റ് പറ്റിയാൽ ഞാൻ ക്ഷമിക്കില്ല എന്ന് മുത്തശ്ശൻ പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മുത്തശ്ശൻ്റെ ഒരു മരുന്ന് കണ്ടിട്ട് ഇങ്ങനെ നയന ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതേതാ പുതിയൊരു ടാബ്ലറ്റ് എന്ന് ചോദിക്കും. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അടുത്ത് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയിരുന്നല്ലോ, അപ്പം അന്ന് BP ഉണ്ടായപ്പോൾ അങ്ങനെ ഡോക്ടർ തന്നതാണെന്ന് പറയും. അപ്പോൾ നയന അതെടുത്തിട്ട് മുത്തശ്ശന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദർശാണെങ്കിലും ആ സമയത്ത് അതേന്ന് പറയുകയും ചെയ്യാൻ കേട്ടോ. പിന്നീട് അതങ്ങ് കൊടുത്തിട്ട് അങ്ങനെ വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുകയാണ് മുത്തശ്ശനാണെങ്കിലും. അതിനുശേഷം പിന്നീട് ആദർശാണെങ്കിലും നയന കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അതങ്ങ് പറയാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോഴേക്കും നയന പെട്ടെന്ന് പറയും, ഇന്ന് ആദർശേട്ടനാണ് ഇങ്ങനെ കേസരിയിൽ ഉപ്പിട്ടത്, ഞാനല്ല എന്ന് പറയും. അപ്പോൾ അതാണോ? അപ്പോൾ പെട്ടെന്ന് ആദർശാണെങ്കിലും ആ ഒരു കാര്യം പറയട്ടോ, അതാ ഞാൻ മുത്തശ്ശനോട് പറഞ്ഞത്, ക്ഷമിക്കണം എന്നുള്ളതെന്ന് പറയും കേട്ടോ. അപ്പോൾ നയനത് പറഞ്ഞിട്ടില്ല എന്ന് ആദർശന് മനസ്സിലാവുന്നുണ്ട്. അത് അത്രയേ ഉള്ളൂ, അപ്പോൾ അത് ഞാനല്ല ക്ഷമിക്കേണ്ടത്, അത് മോളാണ് ക്ഷമിക്കേണ്ടതെന്ന് പറയും കേട്ടോ. പിന്നീട് ആദർശനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്തിനാ ആ സമയത്ത് അടുക്കളയിൽ പോയതെന്ന്. അപ്പോൾ നയന പറയും, ഏത് സമയവും എൻ്റെ പിറകെ ഇങ്ങനെ ചുറ്റിത്തിരിയാണെന്ന് പറയും. അപ്പോൾ ആദർശനെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ മുത്തശ്ശൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും പറയും, മോളെ കാണുന്ന സമയത്ത് നിനക്കിപ്പോൾ ഒന്നും ഓർമ്മയില്ല, അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പഞ്ചസാരയ്ക്ക് പകരം ഉപ്പാണെന്നൊക്കെ തോന്നും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്തായാലും അത് രണ്ടും ഒരുപോലെയല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ തോന്നിയെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അടുക്കളയിൽ നിൽക്കുന്നവർക്ക് അറിയാം അത് രണ്ടും രണ്ട് തന്നെയാണ്. അപ്പോൾ മോളെ കാണുന്ന സമയത്ത് നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നതാണ്, ഇനി അധികം അടുക്കളയിലേക്കൊന്നും പോകണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് നയനയോട് പറയുന്നുണ്ട്, മോളുടെ പിറകെ വന്നാണ് ഇവനെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് പറയും. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ലയെന്ന്. പിന്നീട് മുത്തശ്ശനോട് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ നിന്ന് അങ്ങ് പോവും. അതിനുശേഷം ആദർശിനോട് ഇങ്ങനെ നയന ചോദിക്കുന്നുണ്ടായിരുന്നു, മുത്തശ്ശൻ കുടിക്കുന്ന മരുന്ന് ഇങ്ങനെ BP-ക്കുള്ള തന്നെയാണോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അതെന്താ നിനക്ക് പിന്നെ ഡോക്ടറേക്കാളും പരിചയം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ആദർശാണെങ്കിലും തിരിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ നീ മുത്തശ്ശിനെ ട്രീറ്റ് ചെയ്യുന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു സംശയമാണ് അത് BP-ക്കുള്ളത് തന്നെയാണോ എന്നുള്ളത്. പിന്നീട് രണ്ടുപേരും കൂടെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആദർശ് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തിനാ താങ്ക്സ് പറഞ്ഞതെന്ന് ചോദിക്കും. അല്ല
മുത്തശ്ശനോട് ആ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ഞാൻ ഇന്ന് പറയാത്തത് ഇങ്ങനെ മുത്തശ്ശന് ചെറിയൊരു അവശതയൊക്കെ തോന്നിയത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും നാളെ അത് പറയും. ഇങ്ങനെ മുത്തശ്ശന് അത് അറിഞ്ഞിരിക്കണം, മുത്തശ്ശന് വേണ്ടിയിട്ടാണ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയതെന്ന് മുത്തശ്ശന് അറിയണം, ആരും ഇങ്ങനെ വഞ്ചിക്കപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയനെ അതങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളതിൽ ആദർശം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നയന പറയാതിരിക്കണമെങ്കിൽ നയനയോട് സോറി പറയണമെന്ന് പറയും കേട്ടോ. എന്നിട്ട് ആദർശാണെങ്കിൽ സോറി പറയാൻ തയ്യാറല്ല. അപ്പോൾ നയന ചോദിക്കുന്നുണ്ടായിരുന്നു, അന്ന് SI വന്നപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ആദർശാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. അപ്പോൾ പിന്നീട് ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു, അതെന്താ ഇപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമെന്ന്. അന്ന് എന്നോട് ഒരുപാട് സോറി പറഞ്ഞതല്ലേ, ഇപ്പം എന്താ ഒരു സോറി പറയുന്നതുകൊണ്ട് കുഴപ്പമെന്ന് ചോദിക്കും. എനിക്ക് അങ്ങനെ സോറി ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറയും. എന്നാൽ പിന്നെ വരുന്നത് ഒക്കെ അങ്ങ് അനുഭവിക്കാൻ തയ്യാറായിക്കോന്ന് പറഞ്ഞിട്ട് നയന അവിടെ കയറി കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ആദർശ് നയനെ നോക്കുന്നുണ്ട്. അപ്പോൾ നയനയാണെങ്കിലും ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, ഒരു സോറിയുടെ കാര്യമുള്ളൂ എന്ന്. പക്ഷേ ആദർശ് അത് പറയാൻ തയ്യാറല്ല. പിന്നീട് രണ്ടുപേരും അവിടെ കിടന്ന് ഉറങ്ങാണ്. അതിനുശേഷം മുത്തശ്ശൻ ബാൽക്കണിയിൽ നിൽക്കുന്ന സമയത്ത് നയന ചെന്നിട്ട് മുത്തശ്ശനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശ, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയും. അപ്പോൾ അത് ഇന്നലെ പറഞ്ഞില്ലേ എന്ന് പറയും കേട്ടോ, കേസരിയിൽ ഉപ്പിട്ട കാര്യം പറഞ്ഞില്ലേ എന്ന് പറയും. എനിക്ക് ആ കാര്യമല്ല പറയാനുള്ളത്, എനിക്ക് വേറൊരു കാര്യമാണ് മുത്തശ്ശനോട് പറയാനുള്ളത് എന്ന് പറയുമ്പോഴേക്കും ആദർശം അവിടേക്ക് വരുന്നുണ്ട്. നയനയെന്ന് വിളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മോൾക്ക് എന്തോ എന്നോട് സംസാരിക്കാനുണ്ട്, അത് തടയണ്ടെന്ന് മുത്തശ്ശനും പറയും. പിന്നീട് നയനയാണെങ്കിലും ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയാണ്, മുത്തശ്ശന് വേണ്ടിയിട്ടാണ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വേണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ എന്നെ ഇപ്പം തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നല്ലേ ശരി എന്ന് പറയാണ്. അപ്പോൾ എന്തായാലും മുത്തശ്ശനാണെങ്കിലും അത് പറഞ്ഞിട്ട് നയന അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇങ്ങനെ മുത്തശ്ശൻ ഇങ്ങനെ ആദർശനോട് പറയുന്നുണ്ടായിരുന്നു, നീ എൻ്റെ കയ്യിൽ സത്യം ചെയ്തിട്ട് നിനക്കത് പാലിക്കാൻ പറ്റുന്നില്ല. അപ്പം മുത്തശ്ശൻ ഇങ്ങനെ പറയുന്ന സമയത്തും ആദർശ് ഇങ്ങനെ അങ്ങനെയല്ല മുത്തശ്ശ എന്നൊക്കെ പറയാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നീ എനിക്ക് കൊള്ളി വെച്ച് ഇപ്പം തന്നെ നീ പറയുന്നൊന്നും എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടെ നിന്ന് തിരിഞ്ഞ് നടക്കും. എന്നിട്ട് ഇങ്ങനെ നെഞ്ഞ് തടവിയിട്ട് അവിടെ ഇങ്ങനെ ആ സോഫയിലേക്ക് അങ്ങ് വീഴുകയാണ് കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് ആദർശ് ഞെട്ടി ഉണരുന്നത്. അപ്പോൾ ആദർശ് കണ്ട സ്വപ്നമായിരുന്നു കേട്ടോ അത്. ആ സമയത്ത് നയനയാണെങ്കിലും അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ആദർശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ മുത്തശ്ശനെ ആകെ അവൾ തകർക്കുമെന്നിങ്ങനെ. പിന്നീട് മുത്തശ്ശൻ്റെ റൂമിലേക്ക് ചെന്നിട്ട് വാതിലിന് തട്ടുകയാണ്. അപ്പോൾ ഇങ്ങനെ മുത്തശ്ശനും ഉണരുന്നുണ്ട്. മുത്തശ്ശി എണീക്കുന്ന ആരാ ഈ സമയത്ത് നിന്ന് ഇങ്ങനെ ഓർത്തിട്ട് മുത്തശ്ശി എണീക്കാൻ നിൽക്കുമ്പോൾ, വേണ്ട നീ കിടന്നോ, ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. എന്നിട്ട് മുത്തശ്ശൻ വാതിൽ തുറക്കുന്നുണ്ട്. നീ ആയിരുന്നോ, എന്താ മോനെ എന്ന് ചോദിക്കും. അപ്പോൾ ഇങ്ങനെ മുത്തശ്ശന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ ആദർശ് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ മുത്തശ്ശന് എന്ത് കുഴപ്പമാണ്, നിന്റെ മുത്തശ്ശിക്കാണ് ആവശ്യതയും കാര്യങ്ങളൊക്കെ ഉള്ളത്, അപ്പോൾ മുത്തശ്ശീനോട് ചോദിച്ചാൽ മതി. നീ ഇങ്ങനെ വന്ന് വാതിലിന് മുട്ടുന്ന സമയത്ത് ഇങ്ങനെ ഇയാൾക്ക് പെട്ടെന്ന് എണീക്കാനൊന്നും പറ്റില്ല, ചെറിയ കാലുവേദനയൊക്കെ ഉണ്ടെന്ന് പറയും. അപ്പോൾ എന്തായാലും അത് ഞാൻ ഓർത്തില്ല. അപ്പോൾ നീ സ്വപ്നം കണ്ടോ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്വപ്നം കണ്ട കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. പിന്നീട് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോകും. പിന്നീട് മുത്തശ്ശിയും കൂടെ കിടക്കും. അപ്പോൾ ഇങ്ങനെ മുത്തശ്ശിക്ക് എന്തൊക്കെയോ അസ്വസ്ഥതയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പൂജയും വഴിപാടുകളൊക്കെ ചെയ്യണമെന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് പൂജയും വഴിപാടൊന്നും ചെയ്യാറില്ല. അപ്പം ഇങ്ങനെ ഇദ്ദേഹത്തിനും കൊച്ചുമക്കൾക്കും വേണ്ടിയിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ എനിക്ക് വേണ്ടി ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് മുത്തശ്ശൻ അറിയാതെ ഇങ്ങ് പറഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കും. അല്ല, എനിക്ക് നിന്നേക്കാളും പ്രായമില്ലേ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് പറയാം. അപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാലും ഇദ്ദേഹം ഇവിടെ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പാണെന്ന് ഇങ്ങനെ മുത്തശ്ശി പറയും. അപ്പോൾ ഇങ്ങനെ മുത്തശ്ശൻ ഒരു ചെറിയ ചിരിയോടുകൂടി മുത്തശ്ശീനെ നോക്കുകയാണ്. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. റിവ്യൂ ഇഷ്ടമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്